അങ്ങനെ 54 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ ഒരു ചിത്രം ഒരു മനുഷ്യനെടുത്തിരിക്കുന്നു അല്ലേ. ഇതിന് മുന്നേ ഭൂമിയുടെ ചിത്രം മനുഷ്യനെടുത്തിട്ടുള്ളത് 1972 നാസയുടെ അപ്പോളോ 17 മിഷനിലായിരുന്നു. അതിനുശേഷം കാണുന്ന ഭൂമിയുടെ ചിത്രങ്ങളെല്ലാം സാറ്റലൈറ്റ് പകർത്തിയിട്ടുള്ള ചിത്രങ്ങളാണ്. വീണ്ടും ഭൂമിയുടെ ചിത്രം എടുത്തിട്ടുള്ളത് 2026 ഏപ്രിൽ 3 നാസയുടെ ആർടെമിസ് 2 മിഷന്റെ സഞ്ചാരപാതയിലാണ് വീണ്ടും ഒരു ചിത്രം എടുത്തിട്ടുള്ളത്. ഈ ഒരു ചിത്രം എടുത്തിട്ടുള്ളത് നിക്കോൺ D5 ക്യാമറയിലാണ്. ചിത്രം പകർത്തിയത് മിഷൻ കമാൻഡർ റെയ്ഡ് വൈസ്മാൻ ആണ്. ഈ ഒരു ഭൂമിയുടെ ചിത്രത്തിൽ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സദേൺ ലൈറ്റ്സ്, നോർത്തേൺ ലൈറ്റ്സ്, അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് മൂൺ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഭൂമിനെ കാണാൻ പറ്റുന്നത്. സണ്ണ് ഭൂമിയുടെ ബാക്കിലാണ്, താഴെ കാണുന്നത് സണ്ണിന്റെ ഓറയാണ്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് നാസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചിത്രത്തിന്റെ പേരാണ് ഹലോ വേൾഡ്. നാസയുടെ ആർടെമിസ് 2 മിഷനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് ഓറിയോൺ പേടകത്തിൽ 4 ആസ്ട്രോണറ്റ്സിനെ വഹിച്ച് ചന്ദ്രനെ ഓർബിറ്റ് ചെയ്ത് തിരിച്ച് ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്യുന്ന ഒരു 10 ദിവസത്തെ മിഷനാണ് ആർടെമിസ് 2. 1972 ശേഷം പിന്നെ ചന്ദ്രനിലോട്ട് കാല് കുത്താൻ പോകുന്നത് ആർടെമിസ് 3 മിഷനാണ്. ആർടെമിസ് 2 മിഷനിൽ ചന്ദ്രനിൽ ലാൻഡ് ആവണില്ല. അവർ ചന്ദ്രനെ ഓർബിറ്റ് ചെയ്ത് തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ തിരിച്ച് ലാൻഡ് ചെയ്യും. ഈ വിഷയത്തിനെ പറ്റി കൂടുതൽ അറിയാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.